ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിന്ന് ഇതാ ഉള്ള എവിടെയാണെന്ന് വെച്ചാൽ ഏരിയ സ്ഥലം നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. വലിയ ലൊക്കേഷൻ എത്തുന്നത് ഞാൻ വന്നത് അത്രയേ ഉള്ളൂ കേട്ടോ. രാവിലെ തന്നെ ഇന്നലെ രാത്രി എത്തി. രാവിലെ തന്നെ ഇന്നലെ രാത്രി നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി, വണ്ടി കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി. ഈ സാധനങ്ങളൊക്കെ ആട്ടോ നമുക്ക് കയറ്റാറുള്ളത്. എല്ലാം കിട്ടുമോ എന്നറിയില്ല, പക്ഷേ എക്സിബിഷനുള്ള സാധനം കാണാമെന്ന് പറഞ്ഞു. സംഭവം എനിക്ക് അന്നേരം തോന്നി എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ നല്ല യന്ത്രൂഞ്ഞാൽ ഐറ്റംസൊക്കെ ആയിരിക്കും. എന്താ യന്ത്രൂഞ്ഞാലിൻ്റെ സാധനമാണിത്. ബാക്കി അത്ര ഫിറ്റ് ഇതാ ഇവിടെ വണ്ടി ഇവിടെ താമസിക്കുന്നതാ ഈ 2 ഷെഡ് കണ്ടോ. ഈ 2 ഷെഡ് പോലെ കിട്ടിയതും പിന്നെ ഇതാ ഇവിടെയും 2 ടെൻറ്റ് കേട്ടോ. ഇവിടെയാണ് വലിയ താമസിക്കുന്നത്. അതേപോലെ എന്താ നേരെ അവിടെ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞൊന്ന് തൊഴുതാൽ ഉഷാറായി. എന്താ ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ തന്നെ ഒരു ആലൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, വല്ലാത്തൊരു ആംബിയൻസ്. ക്ഷേത്രം അതേപോലെ തന്നെ ഇതാ ഈ സൈഡ് കാണുന്നത് എന്തോ LP സ്കൂളോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. സ്കൂളാണ് എന്തായാലും, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നതാ. നോക്കിയേ, എനിക്ക് സ്കൂളായിട്ടാണ് തോന്നുന്നത്. ഇനി ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല. നല്ല വൈബോളിക്കായിട്ടില്ലേ, നല്ല എന്താ പറയുക, എന്താ ഇപ്പോൾ പറയുക സ്ഥലത്തിനെ പറ്റി. അടിപൊളി സ്ഥലം വെച്ചാൽ അടിപൊളി സ്ഥലം. നമ്മളെ ഗ്രൗണ്ട് നോക്കിയേ, എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇത് സിസർ കട്ടൊക്കെ അടിച്ചിട്ടാണ് വണ്ടി കൊണ്ടുവന്ന്. നല്ല തണുപ്പുണ്ട്. ഇതാ ഇവിടെ ആൽമരത്തിൻ്റെ മേലെ വരെ വിളക്ക് വെക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഈ അമ്പലത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ആകാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരു കുളിയൊക്കെ പാസ്സാകണം. ഇവിടെ നിന്ന് കുളിക്കാനുള്ള സെറ്റപ്പോ സൗകര്യങ്ങളോ എങ്ങനെ ഐഡിയ എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കണം. ഇനി അതൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്നുള്ള പോകുന്നതും ഇവിടുന്ന് ലോറി കയറ്റുന്നത് ഇങ്ങനെയൊന്നും ഡയലോഗിൽ തന്നെ ചിലപ്പോൾ ക്രെയിനൊക്കെ വെച്ചിട്ടായിരിക്കും. ക്രെയിൻ വരും എന്നാണ് പറഞ്ഞത്. ക്രെയിൻ വന്നു കഴിഞ്ഞാൽ അതും പിന്നെ അതേപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള വണ്ടിമുള്ളടുത്ത് പോകുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക അടുത്തൊരു എപ്പിസോഡാക്കാം. അടുത്തൊരു എപ്പിസോഡാക്കാനല്ല ഇതിൻ്റെ തന്നെ ഐഡിയ. വണ്ടി നിത്ത് കുലിച്ച് മറിക്കുക. അവനാർന്ന് തിരിച്ച് മറിഞ്ഞ് കിടക്കുമ്പോൾ ഇത് നല്ലോണം കുലുക്കുന്നുണ്ട് കേട്ടോ. എയർ ബ്ലൂ ഒന്ന് ഫില്ലാക്കണം. എയർ ബ്ലൂവിൻ്റെ ടാങ്കിൽ 2 കട്ടേ ഉള്ളൂ, അതുകൊണ്ട് എയർ ബ്ലൂ ഒന്ന് ഫില്ലാക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അതൊക്കെ ഇന്ന് തന്നെ തീർത്താളണം. നമ്മളിങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെ കുറച്ച് ഒരു എന്താ പറയുക, പുഴയാണോ ചെറിയൊരു പുഴയാണോ കനാലാണോ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇതാണ് നല്ലൊരു അടിപൊളി സ്പോട്ട്. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഇവിടെ കുളിക്കാനും അലക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ ഈ സെറ്റപ്പ് കണ്ടപ്പോൾ വെറുതെ വിടാൻ തോന്നില്ല. അതങ്ങനത്തെ എന്തെന്ന് കണ്ടു. അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങി. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ ഭംഗി നോക്കിയേ. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇവിടെ ഇറങ്ങാണ്ടിരിക്കുക. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല തിരിഞ്ഞൊക്കെ. അതുകൊണ്ട് തന്നെ എപ്പോഴും വരുന്നവരൊരാളെ കൊണ്ടുവരിക. ഞാൻ പിന്നെ എന്താ പറയുക, ഇവിടെ വന്ന് ഞാൻ ഇപ്പോൾ കുളിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ മറ്റേ നമ്മളെ ചെക്കൻ ഇത്തും കൂടി എണീച്ചാലാന്ന് കുളിക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ നല്ല തിരിച്ച് കയറി പോകുന്നുണ്ട്. ഇനി ഫസ്റ്റ് തിങ്ക് പല്ല് തേക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ ഇത് നോക്കിയേ, നമ്മളെ വണ്ടിയിൽ കയറ്റാനുള്ള സാധനങ്ങളൊക്കെ ക്രെയിന് വെച്ചിട്ട് പൊന്തിച്ചത്. അതിൻ്റെ മണ്ടയിലൊരു കുരങ്ങനെ പോലെ ഒരുത്തൻ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്
1 by 1 ആയിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്. ഇപ്പം താഴത്ത് ഇറങ്ങേണ്ടതാണ്, താഴത്ത് ഇറങ്ങണ്ടാവും. രണ്ടാമതും ക്രെയിം വന്ന് അതിൻ്റെ മേലെ ഹുക്ക് ഇട്ടതിന് ശേഷം താഴെ വന്ന് ലൂസാക്കിയിരിക്കും. ഇത് നമ്മളെ വണ്ടി നോക്കിയേ, ഇപ്പം പറഞ്ഞതിനോട്ട് ഇതാ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇതാണ് അവസ്ഥ. മുണ്ടും കാര്യങ്ങളും മുണ്ട് കീറിക്കിട്ടോ, മുണ്ടും കാര്യങ്ങളൊക്കെ ആറിയിട്ടുണ്ട്. ഇതാ ഷെഡ്ഡുണ്ട് ഗൈസ്, 2 ഷെഡ്ഡുകൾ. ഇതാ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു സ്കൂളാട്ടോ. ഈ സ്കൂളും അതിൻ്റെ അപ്പുറത്ത് അമ്പലവും. ഡ്രൈവർ വടകരല്ല, കോഴിക്കോട്. വടകര. അത് വണ്ടിയുടെ രജിസ്ട്രേഷൻ ഞങ്ങൾ സെക്കൻഡ്സ് എടുക്കാം. ഇത് പുള്ളീൻ്റെ അത് കയറ്റുമോ? ഇവിടെ ഉള്ള സാധനം പുള്ളീൻ്റെ അത് കയറ്റുമോ? ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടണം. എന്താ ഗൈസ്, അപ്പോൾ ഡ്രില്ല് മറ്റേ മെഷീൻ ഗണ്ണ് വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത്. മറ്റേ ബാറ്ററി വെച്ച് റീചാർജബിൾ സാധനമില്ലേ, അത് വെച്ചിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. എന്താ നോക്കി ചിരി. ഡബ്ബായിൻ്റെ കേട്ടോ സംഭവം സാധനങ്ങളൊക്കെ. ഇനി ഇത് മൊത്തം അയച്ച് കയറ്റിയതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഇപ്പം പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം സാധനങ്ങളൊക്കെ കയറ്റി കയ്യാറായി. ഇനിയിപ്പം പറഞ്ഞാൽ വൈകുന്നേരമായി, ഇനി രാത്രിയായിരിക്കും ഇവിടുന്ന് ലോഡ് കംപ്ലീറ്റ് എന്താ പറയുക കയറ്റി കഴിഞ്ഞ് രാത്രി ഇവിടുന്ന് പോകാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അന്നേരം രാത്രി ആണെങ്കിൽ ഇപ്പം പറഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളൊന്നും വിലിങ്ങനെ നടക്കില്ല. കാരണം വെച്ചാൽ വിലിങ്ങനെ കാണാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രാത്രിയാണെങ്കിൽ വീഡിയോ ഉണ്ടാവില്ല. ഉള്ളത് ഇപ്പോൾ ഇതുവരെ ഉള്ളത് മാത്രമായിട്ട് ഒരു അപ്ഡേറ്റ് തരുന്ന രീതിക്ക് മാത്രമേ ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നാളെ രാവിലെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് അതുകൂടി ഇടാം. പിന്നെതാ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള സാധനം എന്താ ഈ കാണുന്ന ഇതൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ലോറി വന്ന്. ഇത് അങ്ങോട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതുകൂടി കയറ്റി കഴിഞ്ഞതിന് ശേഷമാണെന്നോ പോകുന്നോ ഒന്നും അറിയില്ല. എന്താ ഈ ഭായിമാരതാട്ടോ, ഇവർക്ക് നല്ല സ്ഥലമായിട്ട് മലയാളം അറിയാം. അപ്പോൾ നേരം വെളുത്തപ്പോൾ കാഴ്ചയാണ്. നമ്മളൊരു വലിയൊരു ചുരമൊക്കെ ഇറങ്ങി വരാട്ടോ. നമ്മൾ ഇന്നലെ രാത്രി ഇരുടായതുകൊണ്ട് തന്നെ രാത്രിയാണ് ഞങ്ങളിങ്ങ് പോകുന്നത്. അപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇതാ കൂടെ ഉള്ളവന്മാരൊന്നും എണീച്ചില്ല, എനിക്കും എണീച്ചില്ല, ആരും എണീച്ചില്ല. അതിനകത്ത് മുതൽ വണ്ടി ഓടിക്കുക. പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്യാൻ ഇന്നലെ വണ്ടി എടുത്തരം മുതൽ നിമിഷം വരെ ഞാൻ തന്നെ വണ്ടി ഓടിച്ച്.
അവിടെ നല്ലൊരു ചുരം പോലെ സെറ്റപ്പ് ഫുള്ള് കോടയൊക്കെ ഒരു അടിപൊളി കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് എന്താ പറയുക, ഇപ്പം നമുക്ക് സ്ഥലവും പരിചയമില്ല, ഒരു ചുരം പോലെ ഭയങ്കര ഒരു ടാസ്ക്കായിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ. ഇപ്പം ഫുള്ളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോലെ തന്നെ പോകുന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇത് ഫുള്ളി ഫോറസ്റ്റ്. ഇപ്പോൾ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന കാസർഗോട്ടേക്കാണ്, മൈസൂരിൽ നിന്ന് കാസർഗോട്ടേക്ക്. ഇപ്പോൾ ഞാൻ ഫസ്റ്റാണ് മൈസൂരിൽ നിന്ന് കാസർഗോഡ് റൂട്ടൊക്കെ പോകുന്നത്. അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പം വെളിച്ചമൊക്കെ വരുന്ന ഒരു സ്ഥലത്തുനിന്ന് ഇവന്മാരൊക്കെ എണീച്ചതിന് ശേഷം അടുത്ത വീഡിയോ എടുക്കട്ടോ. അടുത്ത വീഡിയോയിൽ എന്താ പറയുക വീഡിയോൻ്റെത് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. അപ്പോൾ അങ്ങനെ നേരം നല്ല വൃത്തിക്ക് വിളിച്ചിട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നേരം പുലർന്നു. ഇപ്പം പറഞ്ഞാൽ നല്ല വെളിച്ചം വെച്ച് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെന്താ പറയുക ഏകദേശം നമുക്ക് എന്താ പറയുക, അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം കൊടക് എത്തിയിട്ടുണ്ട്. കൊടകിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പം പറഞ്ഞാലോ കൊടകിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാടൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഒരു യൂട്യൂബ് ചാനലുണ്ട്, ചായ കുടിച്ച് പിന്നെയും മുന്നോട്ട് പോവാണ്. ഇനിയും നമുക്ക് ഏകദേശം 55 കിലോമീറ്ററോളം ഇനിയും ഓടാനുണ്ട്. എന്താ തുള്ളി കഴിക്കല്ലേ നമ്മൾ പോകേണ്ടത്? തുള്ളി കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെ തടയാൻ വേണ്ടി വരുന്നത് നമുക്കുള്ള ട്രോഫി കിട്ടി. നെക്സ്റ്റ് ട്രോഫി കർണാടക ട്രോഫി. അപ്പോൾ നമ്മളിതാ ഇവിടെ കാസർഗോഡ് എന്താ പറയുക ബീച്ച് സൈഡിലാണല്ലോ. ഇതിപ്പം പറഞ്ഞാൽ ഇവിടെ ഇപ്പം പുഴയല്ലേ വിചാരിക്കും. ഇതിൻ്റെ അപ്പുറത്ത് ഇതാ കാണുന്ന ഇതിൻ്റെ അപ്പുറം കടലാണ്. കടലിൻ്റെ ഇപ്പം പറഞ്ഞാൽ ബീച്ച് സൈഡിലാണ് ആളുള്ളത്. അപ്പോൾ എവിടം വരെ എത്തിയിട്ടുണ്ട്. ഇന്നലൊന്നും എന്താ പറയുക ഇന്നലെയുള്ള ബാക്കി വിഷ്വൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നലെ രാത്രി ഫുള്ള് ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ച്. ഇപ്പം പറഞ്ഞാൽ ഇവല്ല എല്ലാവരും എന്താ പറയുക കിടന്നുറങ്ങി. ഞാൻ എന്താ പറയുക ചാമ്പിക്കാളിഞ്ഞ് ഇപ്പം പറഞ്ഞാൽ ഇന്ന് നേരം വെളുത്തപ്പോൾ അതെ ഇപ്പം പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാനുള്ള നോക്കുമ്പോൾ എന്താ പറയുക നല്ല അടിപൊളി എന്താ പറയുക നിങ്ങൾ കാണുന്ന നല്ല ഫോറസ്റ്റ് ആൻഡ് ഫുൾ ഇതുവരെ കാണാത്ത നല്ലൊരു അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പുഴ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പോൾ എന്താ പറയുക ഫോണിൻ്റെ അകത്ത് സ്റ്റോറേജ് ഇല്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് നിർത്തിയിട്ട് ഇത് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാനിതുവരെ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ പറയും. പക്ഷേ ആ സ്ഥലം ഒരിക്കലും ഞാൻ എന്തായാലും നമ്മളെ വ്ളോഗ് കൊണ്ടുവരും. ഈ ലോറിയും കൊണ്ടുവരുന്നത് ഞാൻ പറയില്ല. പക്ഷേ ഉറപ്പായിട്ടും ഞാൻ എന്താ പറയുക എന്തെങ്കിലും ഈ യൂട്യൂബ് ചാനലുകൊണ്ട് ഞാൻ ക്ലിക്കായി നല്ലൊരു നിലയിലെത്താൻ വെച്ചാൽ ഞാൻ വിത്ത് മൈ ഫാമിലി അപ്പം ഞാൻ എന്തായാലും ആ റൂട്ടിന് എന്തായാലും വന്നിരിക്കും. അത് 100% ഷുവറാണ്. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ. പിന്നെ പറഞ്ഞതിനോട്ട് ഇനിയിപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് എന്താ പറയുക ബീച്ച് സൈഡിൽ പോകുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. നമ്മളെ 2 ചേട്ടന്മാർ ഇവിടെ ഉണ്ട്.